കർത്താവ് രണ്ട് തരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത്. കുറേ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട്. ഈ അനുതാപം ആവശ്യമില്ലാത്തവരുമുണ്ട്. അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം അനുതാപം ആവശ്യമുള്ളവരെയാണ്. ലൂക്കായുടെ സുവിശേഷം 15:7. ലൂക്കാ 15:7. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ദൈവം അനുതാപത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യര്, പിന്നെ എന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യര്. ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത്. അവരനുദപിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അനുതാപം ആവശ്യമുള്ള ആൾക്കാരെ അവരെ തന്നെ രണ്ടായിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട്. അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അതാണ് അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ? എനിക്ക് അവസരം കിട്ടില്ലേ? അതാ വിഷയം. അനുദപിക്കാൻ അവൻ അവസരം കൊടുത്തില്ല. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശാവിന്റെ കാര്യമാണ്. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ട്രാജഡി കണ്ട. മനുഷ്യരെങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത്? ഒന്ന്, അനുതാപം ആവശ്യമില്ലാത്തവര് വിശുദ്ധന്മാരായിരിക്കാം, പക്ഷെ അവരെക്കാൾ ദൈവത്തിന് സന്തോഷം ആരാണ്? പാപിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ്. ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട്. എന്താണ്? അനുദപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും. അത് ഈ അനുദപിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിന് അടിപ്പെട്ടു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കണം. നിങ്ങൾ പേരെ പല അവസരങ്ങളും ജഡിക മനുഷ്യൻ മുതലാക്കുന്നുണ്ട്. കണ്ണിന് ദുരാശ, ശരീരത്തിന് ദുരാശ, ജീവിതത്തിൻ്റെ അഖണ്ഡ കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും. പക്ഷെ അനുദപിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല. ദാറ്റ് ഈസ് അവർ ട്രാജഡി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അനുതാപ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോഴും ലിയ സെബാസ്റ്റ്യൻ എന്താണ് 500 രൂപയ്ക്ക് 1000 രൂപ അവൾക്ക് കിട്ടി. അവൾ ഇവിടെ വരുമ്പോൾ ഒരു സംഭവം നടക്കും. അവൾ ഇടുക്കിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ, കൂട്ടുകാരത്തിയുമായിട്ട് ഇവിടെ വരുമ്പോൾ അവൾ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു.
ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിലും അവൾ വിചാരിച്ചത് മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്നാണ് വിചാരിച്ചത്. മാതാവ് എന്നെ വിളിക്കുന്നുണ്ട്. അതാണല്ലോ എനിക്ക് പെട്ടെന്ന് ഉണർവുണ്ടായത്. ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണർവുണ്ടായില്ലേ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് അവർ ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്യാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ല ആളിന്. ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ലെങ്കിലും മാതാവിന് അവൾ ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ട്. കാര്യം വലിയ പദ്ധതി അവളെക്കുറിച്ച് മാതാവ് എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാവത്തിനത് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ പോയി, ഞാൻ കെട്ട്, എന്നെ നോക്കാൻ ആരുമില്ല, തിരക്കാൻ ആരുമില്ല, ജീവിച്ചപ്പോഴേ മാതാപിതാക്കന്മാരില്ല, ഇപ്പോൾ ഉള്ളവർ ഇല്ലാത്ത കണക്കാണ് എന്നും പറഞ്ഞ് ഡിപ്രസ്ഡ് ഇരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ അവൾക്ക് പറഞ്ഞ് ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാൻ, അത് പൂർത്തിയാക്കാൻ പറ്റുമോ, വീണ്ടും വരേണ്ടി വരത്തില്ലേ, അതിന് കാശ് കിട്ടുമോ, പുതുക്കാൻ വേണ്ടി കാശ് കിട്ടുമോ, അങ്ങനെ പല പ്രശ്നങ്ങളാണ് അവർക്ക്. അതുകൊണ്ട് ഉടമ്പടി എടുക്കാനൊക്കെ ഉദ്ദേശമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു മൂക്കിലേക്ക് കുത്തിക്കയറുന്ന രീതിയിൽ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോഴിവിടെ നിന്നവരെല്ലാം കൂട്ടുകാരത്തെ അടുത്ത് നിൽപ്പുണ്ട്. എടി നിനക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല എന്ന് പറയും. പിന്നെ അവിടെ ചുറ്റും നടന്നൊക്കെ ചോദിക്കും. അവിടെ എങ്ങും ആർക്കും മുല്ലപ്പൂവിന് സ്മെല്ലില്ല. അവർക്ക് അപ്പോഴും ഇങ്ങനെ മുക്കിലേട്ട് ഇങ്ങനെ കുത്തിക്കയറുന്ന പോലെ മുല്ലപ്പൂവിന് സ്മെല്ലാണ്. അവൾ ഓടി ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോഴേ അവൾ ഓഫീസിൽ ചോദിച്ചു, മൂന്നാമത്തെ ഉടമ്പടിയുടെ സമയം കഴിഞ്ഞാൽ ഇല്ല, ചീട്ട് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയും. ഒരു ചീട്ട് തരാൻ പറയും. മൂന്നാമത്തെ ഉടമ്പടിക്ക് ഇവിടെ ഓടിക്കയറും. അവൾ ഉടമ്പടി ചെയ്ത് ഇവിടുന്ന് പോകുമ്പോൾ 6 മണിയായി. വീട്ടിലെത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ 9:30 മണി. അപ്പോൾ അമ്മ വിഷമിക്കണം. അമ്മായിയമ്മ എന്ന് വെച്ചാൽ 10 മണിക്ക് ഭർത്താവ് ജോലിയും കഴിഞ്ഞ് രാത്രി വരും. ഇവളെങ്ങനെ വീട്ടിലെന്ന് വെച്ചാൽ പിന്നെ അത് മതി. അപ്പോൾ ഇവൾ മുഴുവൻ പക്ഷേ ഇങ്ങനെ ഭർത്താവ് 10 മണിക്ക് വരണ മുമ്പ് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് പരവശം പിടിച്ച് ചെല്ലുമ്പോഴുണ്ട് അവളുടെ വീട്ടിൽ നിന്ന് അവൾ ഈ റോഡ് ബസ് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് പിന്നെ വീട്ടിലോട്ട് കുറേ നടന്നു പോകണം. അവിടെ ഓട്ടോറിക്ഷയൊക്കെ പോകും. പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണ വണ്ടി പോകണില്ല. അപ്പോൾ അവിടെ നിന്ന് ഇരുട്ടത്ത് നടന്നു പോകണം. അപ്പോൾ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടെന്ന് നോക്കിയേ. പക്ഷേ എങ്കിലും ഇങ്ങനെ നടന്നു പോകും. ഭർത്താവ് ചവിട്ടി കീറുക എന്നൊക്കെ ഉള്ള വേദന ഉണ്ടെങ്കിലും അവൾ പറയണത് എൻ്റെ ഉള്ളിൽ അമ്മ ആ ഒരു ഭീതി തരുന്നില്ല, എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണെന്ന്. ഈ ദൈവം ഇങ്ങനെ പൊതിയണ ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ സിറ്റുവേഷൻസ് മോശമാണെങ്കിലും അതിൻ്റെ ആവിയും പുകയും അറിയാതെ ഇങ്ങനെ ഒരു അഭിഷേകം ആന്തരികമായിട്ട് ഉടമ്പടി കിട്ടും. അത് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നെടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ അമ്മ കണ്ടോളൂ എന്ന് പറഞ്ഞുള്ള ആന്തരിക ധൈര്യം കിട്ടുന്നുണ്ട്. ആൾ വീട്ടിലെത്തുമ്പോഴുണ്ട് ഭർത്താവ് വരത്തില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് ഭർത്താവ് വന്നു. അമ്മ അത് കറക്റ്റ് ചെയ്ത് ഭയങ്കര കറക്ഷനാണ്. രസമാണ്. അമ്മയുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര രസമാണ്. അതായത് ഇവളെ വീട്ടിലെത്തിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാണ് ഭർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടില്ല, ഒരു കുഴപ്പമില്ല. ദൈവം എന്ത് സുന്ദരമായിട്ട് പരിപാലിക്കും. നമ്മളുടെ മനസ്സിൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താണോ അത് വെച്ച് കൂടെ നിന്ന്. ഇപ്പം ഞാനിപ്പോൾ ഇവരോട് ഇപ്പോൾ പറയുന്നത്, കൃപാസന മാതാവ് ICUയിൽ പോകും, ഇൻ്റർവ്യൂവിന് പോകും. നീ എവിടെയാണ് പോണത് അവൻ്റെ കൂടെ വരും. എന്നുവെച്ചാൽ പണ്ടിങ്ങനെ ഒന്നും ഒരു സാക്ഷ്യം നമുക്ക് കേട്ടിട്ടില്ല. പണ്ട് ഇത്തരം സാക്ഷ്യങ്ങളൊന്നും കേട്ടിട്ടില്ല. എവിടെയാണോ നിനക്ക് വിഷമം, ഏത് അവസ്ഥയിലാണോ നീ പോണത്, അവിടെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലുമായിട്ട്, അത് എല്ലാ വേഷവും, ഡോക്ടറെങ്കിൽ ഡോക്ടർ, നേഴ്സെങ്കിൽ നേഴ്സ്, എഞ്ചിനീയർ ഇൻ്റർവ്യൂ എല്ലാ തരത്തിലും നിൻ്റെ കൂടെ വന്ന് നിന്നെ സഹായിക്കാൻ നിൽക്കുന്ന, നീ ആ സാക്ഷിയൊക്കെ മനസ്സിലാവും. എല്ലാ ദിവസവും മനുഷ്യരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സഞ്ചാരി മാതാവിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പകർച്ചകൾ, അനുഭവ പകർച്ചകൾ, ഭയങ്കരമാണ് സംഭവം. അപ്പോഴിത് ലിയാസഭാസിന് കിട്ടിയത് സ്മെല്ലായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളെ നയിക്കും ഇങ്ങനെ. അപ്പോൾ ഉടമ്പടി അവൾ വീട്ടിൽ ചെന്ന് ഉടമ്പടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കൂട്ടുകാരത്തെ വിളിച്ച്, എടീ ഇങ്ങനെ ഒരു ഫോറിൻ ചാൻസ് ഉണ്ട്, നീ വരുന്നോ, ഞാൻ പോകുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവളെ പറഞ്ഞ് എനിക്ക് ബയോഡേറ്റയും ഇല്ല, നിൻ്റെ ബയോഡേറ്റ എടുക്കാൻ പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, രാജ്യം വിട്ടു പോണ കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ബയോഡേറ്റയും ഇല്ല, പാസ്പോർട്ടും ഇല്ല. ഒന്ന് നോക്കിയേ, ബയോഡേറ്റയും ഇല്ല, പാസ്പോർട്ടും ഇല്ല. എന്തോ +2 മറ്റേ പഠിച്ചിരിക്കണമെന്ന് തോന്നാണ്. ആളിൻ്റെ ജീവിതം ഇപ്പോൾ ഒരു കുടുംബിനായിട്ട് ജീവിക്കുക, ഇവർക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല, കൂമ്പടഞ്ഞിരിക്കുന്ന ജീവിതമാണ്. ഇവിടെ നിന്ന് മാതാവ്
ഈ കൂമ്പ് കൊടുത്ത് നനച്ച് കിളിർപ്പിച്ചുകൊണ്ട് തന്നെ കാണണം. എന്ത് രസമാണ് കേൾക്കാൻ. അപ്പോൾ ഇവൾ ഒരു ഏജൻസി വിളിക്കും. ഏജൻസി വിളിക്കുമ്പോൾ അതിന് ഏജൻസിയിട്ട് പോകും. ഇവളെ ബയോഡേറ്റ കൊടുക്കും. അപ്പോൾ അതിന് 50,000 രൂപ വേണം. അപ്പോൾ കൂട്ടുകാരത്തേക്ക് 50,000 രൂപ സെറ്റാക്കി. അവൾക്ക് കൊടുക്കാൻ വേണ്ടി പൈസ കിട്ടിയില്ല. പക്ഷേ ഇവൾക്ക് വേറെ സ്ഥലത്തു നിന്ന് പൈസ കിട്ടി. പിന്നെ ഒരു 1,00,000 രൂപ വേണം, അതിനും കിട്ടി. അപ്പോഴേ ഇങ്ങനെ ഒരു ഉടമ്പടി അതിൻ്റെ 90 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവൾ വേറെ ഒരു രാജ്യത്തേക്ക് ആളെ കയറ്റി വിടുകയാണ്. അമ്മ ശ്രുതികട ഹല്ലേലൂയ. കാര്യങ്ങൾ ചെയ്യുന്ന മാതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതിന് ഇവൾക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു വചനം, നിങ്ങളെ 0- അമ്മ നിങ്ങളുടെ ജീവിതം ഏറ്റെടുത്താൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനൊരു വചനമുണ്ട്. ദൈവവചനമല്ല, അച്ഛൻ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ അമ്മ തോന്നിപ്പിക്കുന്ന ആളല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അമ്മ തോന്നിപ്പിക്കുന്ന ദൈവ വചനങ്ങളോട് സാരൂപ്യമുള്ള ദൈവവചനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അതിൻ്റെ ഓജസ്സും അതിൻ്റെ ന്യൂക്ലിയസൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മാംസധാരണമാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, നിങ്ങൾ 0- ആണെങ്കിലും അപ്പോൾ അവൾ 0- അവളുടെ ലൈഫ് മൊത്തം നോക്കുമ്പോൾ 0 അല്ല, 0- ഈ 0- നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവൾക്ക് അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അവളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് മാതാവ് പറത്തിക്കൊണ്ട് പോണ കാഴ്ച, ഇത് ഇപ്പോഴ് 100 മനുഷ്യരുടെ അനുഭവങ്ങളാണ്. ഞാനെന്താ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും തീർന്നു പോയിട്ടില്ല, ഒന്നും തകർന്നു പോയിട്ടില്ല. അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അമ്മയുടെ മധ്യസ്ഥത്തിന് യേശു ചെവി കൊടുക്കുന്നിടത്തോളം കാലം എനിക്കും നിങ്ങൾക്കും ജീവിതമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒന്നുമില്ല. അതായത് ഇപ്പം എലിയ സെബാസ്റ്റ്യൻ ലൈഫിൽ എന്താ സംഭവിച്ചത്? ദൈവം നമ്മളുടെ തകർച്ചയുടെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചാരത്തി പൊതിഞ്ഞ് ഒരു തീക്കനൽ, വിശ്വാസ തീക്കനൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഉടമ്പടി പ്രഭാഷണത്തിൻ്റെ കാറ്റ് വീഴ്ചപ്പോൾ ആ ചാരം പറന്നു പോയിട്ട് വിശ്വാസത്തിൻ്റെ തീക്കനൽ ജ്വലിച്ച് കത്തി വന്ന്. ഇത് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും വചനത്തിൻ്റെ രീതി അതാണ്. ഓരോ മനുഷ്യരുടെ, അതായത് ഇപ്പോൾ ഞാൻ ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന റോമ 11:4. 11:4 മുമ്പൊന്ന് വായിച്ചേ. അതായത് മക്കബേസിൻ്റെ വിഷയങ്ങളിൽ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേര് ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ ദൈവവേദന സത്യദൈവത്തിൻ്റെ നിന്നല്ലാതെ മുട്ടുമടക്കാത്ത വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി. അതായത് നീ കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ കടന്നു പോകുമ്പോഴും വിശ്വാസം തകർത്ത് നീ പണയം വെക്കാത്ത,
വിശ്വാസത്തെ നീ തള്ളിപ്പറയാത്ത ഒരു അഗ്നി നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അത് ഊതിക്കത്തിച്ചിരിക്കും. ദൈവത്തിലെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. റോമ 11:4 വായിച്ചോളൂ. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് നിന്റെ ജീവിത തകർച്ചയാണെന്ന് വിചാരിച്ചോ? രോഗം വന്ന് നീ തകർന്നു പോയി, കടം കയറി നീ മുടിഞ്ഞു പോയി, കുടുംബത്തിൽ സമാധാനം, മദ്യപാനവും തകർച്ചയും വന്നു. ചിലപ്പോൾ പല കുർബാനകൾ നീ മുടങ്ങിക്കാണും. ചിലപ്പോൾ എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഈ കാലത്ത് ബലമൊന്നും കിട്ടണില്ലെന്ന് വെച്ചാൽ മനസ്സിടിഞ്ഞ് കാണും. അപ്പോൾ ഓർക്ക് ദൈവവേദനെ എപ്പോഴെങ്കിലും ഒന്ന് കൃപാസനത്തിൽ പോകണം, എല്ലാം അമ്മ ശരിയാക്കും എന്നൊരു ചിന്ത നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് നിൻ്റെ വിശ്വാസമാണ്, അതിൻ്റെ പ്രത്യാശയാണ്. സാഹചര്യങ്ങളിലെയും സങ്കടങ്ങളിലെയും മേൽ മുട്ടുമടക്കാത്ത നിൻ്റെ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിക്കുന്ന കണികയാണ്. അത് ദൈവം അവശേഷിപ്പിക്കാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതാണെന്ന് ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് തകർച്ചയുടെ കാലത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ ബൈബിൾ പറയണത്? നിന്നിൽ അവശേഷിപ്പിച്ചിരിക്കണ എന്താണെന്ന് നോക്കണം. ദൈവം ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അവരിലൂടെ ആയിരിക്കും ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോണത്. ദൈവമേ, എൻ്റെയും നിൻ്റെയും തകർച്ചയിൽ നിന്ന് ദൈവം നിന്നെ വീണ്ടെടുക്കണത് നീ വിശ്വാസത്തിൻ്റെ പേരിൽ. ചിലപ്പോൾ ദൈവസ്നേഹമായിരിക്കും അവശേഷിപ്പിച്ചിരിക്കണത്. നിനക്ക് തകർച്ചയുണ്ട്, രോഗമുണ്ടെങ്കിൽ ഇപ്പോഴും നിനക്ക് വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടല്ലേ? നിനക്ക് തകർച്ചയുണ്ട്, രോഗമുണ്ട്, വീട്ടിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിലും നിൻ്റെ പള്ളിയിലെ പോക്ക്, കുർബാനക്കട നീ മുടക്കിയിട്ടില്ല, ദൈവം എന്നാൽ വിളി നീ മുടക്കിയിട്ടില്ല. അത് അവശേഷിപ്പിച്ചിരിക്കണതാ. നിനക്ക് കടമുണ്ട്, അതുപോലെ തന്നെ രോഗങ്ങളുണ്ടെങ്കിലും നിന്റെ ദാനധർമ്മം നീ മുടക്കിയിട്ടില്ല. അതായത് നിനക്ക് തകർച്ചയുണ്ട്, നിനക്ക് കടമാണ്, കടത്തുമേ കടമാണ്, എങ്കിലും ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ നീ നിൻ്റെ കയ്യിലുള്ളത് കൊടുക്കും, നീ അവശേഷിപ്പിച്ചില്ല. അതാണ് സ്മിർനായിലെ സഭയ്ക്ക് പറയണത്. അതായത് നീ നിന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നതിന് വെളിപാട് 3:2 എടുത്ത് ശ്രുതികട. വെളിപാട് 3:2. ഉണരുക പറഞ്ഞേ. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എലിയാസബാസിന്റെ ഈ ഡിപ്രഷന്റെ കാലത്ത് അവിടെ ഉള്ളിൽ അവശേഷിപ്പിച്ചത് എന്താണ്? ഈശോയെക്കുറിച്ചുള്ള
ഒരു വിശ്വാസം. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവസ്നേഹമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ദാനധർമ്മമായിരിക്കും. ഞാൻ ഇവിടെ രാവിലെ അച്ഛൻ ധ്യാനം നടത്തുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും തൂങ്ങിപ്പോയി. അപ്പോൾ ഞാൻ തൂങ്ങിയപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയില്ലേ. അപ്പോൾ ജോമോൾ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ പ്രഭാഷകനാണ് കിടക്കണത്. എനിക്ക് കിട്ടിയ വചനം ഇതാണ്: ദാനധർമ്മം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നുവെന്നാണ്. പ്രഭാഷകൻ 3:30. 3:30. ഓക്കെ. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ. പറഞ്ഞ ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അതായത് അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഉടമ്പടിയിൽ എന്തുമാത്രം മനുഷ്യരാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. നോൻപ് കാലത്ത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ആ ദാനധർമ്മത്തിൻ്റെ ഒരു രഹസ്യാത്മകത ഉണ്ട്. അതുപോലെ തന്നെ അത് കൊടുക്കുന്ന അർഹതപ്പെട്ട ആളായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ നോൻപ് കാലത്തിൻ്റെ അരൂപി നിങ്ങളുടെ ഉടമ്പടിയെ, സാധാരണ കാലത്തെ ഉടമ്പടിയേക്കാളും നോൻപ് കാലത്തെ ഉടമ്പടിയെ ജ്വലിപ്പിക്കാനുള്ള സാധ്യത അതായത് ഒരു മനുഷ്യന് ദൈവാനുഗ്രഹം നിറയേണ്ട ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധയോടെയും അർത്ഥവത്തായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അനുയോജ്യമായൊരു കാലമാണ് നോൻപ് കാലം. പാപം ചെയ്തിട്ട് പിന്നെ ദാനധർമ്മം ചെയ്യാം, പാപം ചെയ്തിട്ട് പിന്നെ ദാനധർമ്മം ചെയ്യാം, പരിഹാരമാകുമ്പോൾ എന്നല്ല. ഇപ്പം പേപ്പട്ടി കടിച്ചാൽ ഇപ്പം ഞങ്ങളുടെ കപ്പേരുടെ പൂച്ച കടിച്ചത്, ഈ ആൾക്കാരെ അങ്ങനെ പൂച്ച കൈകൊണ്ട് ഓടിക്കാൻ പോയി, വല്ല പരിപാടി കൊണ്ടാ ആ പൂച്ച കയറി മാന്തി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് 14 കുത്തെടുക്കണം, പൂച്ച കടിച്ചാലും പട്ട് കടിച്ചാലും 14 കുത്തെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നെടുത്താൽ മതി പറഞ്ഞു. കപ്പേൻ്റെ അടുത്ത് കപ്പേരോടെ ചെന്ന് പറഞ്ഞ് 14 കുത്ത് കത്തണമെന്ന് പറഞ്ഞു. ആ പൂച്ച കാരണം പൂച്ചക്ക് ആപ്പാടെ 4 നഖവേ ഉള്ളു, കപ്പേൻ്റെ 14 കുത്തു. എൻ്റെ അടുത്ത് പറഞ്ഞ് 14 കുത്ത് കുത്തിയെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 14 കുത്ത് ഈ പൂച്ച കടിച്ചാലും പേപ്പട്ട് കടിച്ചാലും മരുന്നുണ്ട്, 14 കുത്ത് വെച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ പൂച്ചയെക്കൊണ്ട് പിന്നെ കടുപ്പിക്കുക, പിന്നെയും പൂച്ച കൊണ്ട് മാന്തിക്കുക? ഇല്ല, ആ ബിസിനസ് അവസാനിപ്പിക്കും. പാപത്തിന് ദാനധർമ്മം പരിധിവിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആരെങ്കിലും പാപം ചെയ്യുക? ഇല്ല. അപ്പോൾ നോൻപ് കാലം പാപം അവസാനിപ്പിക്കേണ്ട ഒരു കാലമാണ്. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു കാലമാണ്. വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല, ദൈവത്തെ അറിഞ്ഞ നിന്നോടാണ് അക്കൗണ്ടബിൾ ആകണത്. കാര്യം നിനക്ക് അനുതാപം ആവശ്യമുണ്ട്, അവസരവുമുണ്ട്, ഇല്ലേ? ഇനി അനുതാപം ആവശ്യമുണ്ട്, അവസരമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരുടെ കാര്യം ദൈവം സംസാരിക്കണില്ല. അവർ പണ്ടേ ദൈവത്തിൻ്റെ മുക്കിൽ നിന്ന് പോയ ആൾക്കാരാണ്. അവർ പറഞ്ഞാൽ നീ കേൾക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലേ? എഴുന്നേൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. വളരെ ഹൃദയതയോടുകൂടി ഈശോ നമ്മോട് സംസാരിച്ച ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തെയും നോൻപ് കാലത്തെയും കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് ഉപദേശം നൽകിയത് അനുതാപത്തിൻ്റെ അവസരത്തിനൊത്ത് നിങ്ങൾ ഉയർന്ന് ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കേണ്ട ഒരു കാലമാണിത്. കർത്താവേ, മക്കൾ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ നിന്റെ തിരുമുറിവാണെന്ന് വലത് കരം, ആണിപ്പെടുത്താടുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടർന്നിറങ്ങട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ
മഹത്വപ്പെടുത്തണമേ. പിൻകഴുത്തിലെ വേദന, സ്പോണ്ടിലോസിസ്, കർത്താവ് പിൻകഴുത്തിൽ മുഴ പോലെ ഇരിക്കുന്ന സ്ത്രീയെ കർത്താവ് സുഖപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ ചൊരിയണമേ. കർത്താവിൻ്റെ ശക്തി, ആന്തരിക അവയവങ്ങൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച രോഗികൾ അവരുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുന്നതായിട്ടും വേണ്ടെന്ന് പറയുന്നതായിട്ടും ഈശോ കാണിക്കുന്നുണ്ട്. 8 പേരെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 8 പേരെ കാണിക്കുന്നുണ്ട്. കർത്താവ് തളർന്നുപോയ കൈകൾ, ബ്ലോക്കായിട്ടുള്ള ശ്വാസകോശങ്ങൾ, കർത്താവ് പതിര, ചുരുങ്ങുന്ന പതിര, വലുതാകുന്ന ഷ്രിങ്ക് ചെയ്യുന്ന കിഡ്നികൾ, ചെറുതാകുന്ന കിഡ്നികൾ, ചെറുതാകുന്ന ശ്വാസകോശങ്ങൾ, കർത്താവ് ശരീരത്തിലെ ബ്ലോക്കുകൾ, സിസ്റ്റുകൾ, കർത്താവ് തലച്ചോറിൻ്റെ ബ്ലോക്കുകൾ, കർത്താവ് അങ്ങനെ തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ 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 സ്പർശിക്കണമേ. കർത്താവ് മാർഗരോഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അസുഖങ്ങൾ, അസുഖങ്ങൾ, കർത്താവ് 2 പേര് കർത്താവ് മരണക്കിടക്കയിൽ നിന്ന് കർത്താവ് അങ്ങ് സംരക്ഷിക്കുന്ന നന്ദി പറഞ്ഞ കർത്താവ്. തൊണ്ടയിലെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൊണ്ടയിലെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഉദരത്തിൽ കല്ലുപൊടി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താലും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ദൈവപിതാവേ, നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. മഹത്വം മഹത്വം ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിലനിൽപ്പിൻ്റെ വരമാണ് ഈശോ നൽകിയത്. അനുതാപിക്കുന്ന ആൾക്കാരെ കർത്താവ് പലതായിട്ട് തിരിച്ചു. ആവശ്യമില്ലാത്തവരുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമുള്ളവർക്ക് അവസരമുള്ളവരുണ്ട്, അവസരമില്ലാത്തവരുണ്ട്. ഇതെല്ലാം കർത്താവ് തിരിച്ചത് അത്താളയുന്നുകൊണ്ടാണ് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അനുതാപത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഒത്തിരിയേറെ മക്കൾ ഭൗതികമായ സാഹചര്യത്തിൽ ഞെരുങ്ങുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വസ്തുക്കൾ വെച്ചു പോയവരുണ്ട്, കർത്താവ് വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതെ തോറ്റുപോയവരുണ്ട്, പരീക്ഷയ്ക്ക് പണം കൊടുത്ത് കിട്ടാത്തവരുണ്ട്, പണം കൊടുക്കാൻ ഇല്ലാത്തവരുണ്ട്, തിരിച്ചു പോരാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ. നാട്ടിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട്, നാട്ടിൽ തൊഴിലിൻ്റെ പരീക്ഷ എഴുതിയവരുണ്ട്, അതുപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവരുണ്ട്, വിവാഹത്തിന് മക്കളില്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, കലഹങ്ങളുള്ള വീടുകളുണ്ട്, അയൽവാസികൾ ഭിന്നതയുള്ള വീടുണ്ട്, കേസുള്ള വീടുകളുണ്ട്. എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. അമ്മയുടെ നാമം മഹത്വപ്പെടുവാൻ കരുണയാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്.